കേട്ടോ? ആ അമ്മയുടെ പേര് എഴുതിയ കൂട്ടത്തിൽ ഒന്നാമത്തെ പേര് ഇവള്, യേശുവിന്റെ അമ്മ. രണ്ടാമത്തെ പേര് രാഹാബ് എന്ന, രാഹാബ് ഇവിടെ വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഫുൾ നെയിം രാഹാബ് എന്ന വേശ്യ. അവിടെ പണി അതായിരുന്നു. അതൊരമ്മ. പിന്നെ ആരാണ്? ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബത്ശേബ. അവള് കുഴപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും മറ്റേ പുള്ളിക്ക് വികാരം ഇളപ്പിയൊക്കെ ഉണ്ടായ ഒരു പ്രശ്നമല്ലേ ഇത്. അവിടെ മാപ്പിളയും കൊന്ന് ഇവളെ എടുത്ത്, കണ്ടില്ലേ അവിടെ പശ്ചാത്തലം ഇതാ. പിന്നെ രൂത്ത്, മറിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ അമ്മമാരുടെ പേരൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എന്താ ഇത് പറയുന്നതെന്നറിയാമോ? അയ്യോ, കേരളത്തിലെ മനുഷ്യരെന്ന് പറഞ്ഞാൽ കുടുംബഭാര്യത്തെമ്പരത്തിന്റെ പൊങ്ങച്ചം അങ്ങ് അറ്റാണ്. ഇത്രയും കുടുംബപാരമ്പര്യത്തിന്റെ പൊങ്ങച്ചം പറയുന്നൊരു വർഗം അഖിലാണ്ട തീവ്ര കാണുകയില്ല. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇവിടെ ഒരു ഗൾഫിൽ വന്നപ്പോഴേ, ഒരു ദേശത്ത് വന്നപ്പം ഒരു മനുഷ്യൻ അവിടെ അദ്ദേഹം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു ഉപദേശിയായി. അപ്പൊ ഉപദേശി വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇന്ന കുടുംബത്തെ അറിയാമോ? ഞാൻ എൻ്റെ ആഴ്ച കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ വലിയ പ്രസിദ്ധ കുടുംബമൊന്നും അല്ല. എന്നിട്ട് എന്നോട് പറയാണ്, ഞങ്ങളെപ്പോലെ ഉള്ളവരെയൊന്നും കർത്താവിന് കിട്ടത്തില്ല. ഇപ്പോഴും ഉപദേശിയാ. എന്നിട്ടും പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരെയൊന്നും കർത്താവിന് കിട്ടത്തില്ല. അത്ര കൂടിയ കുടുംബത്തിലെ പുള്ളിയാണ്. അല്ലേ? കേരളത്തിലെ ഒത്തിരി പേർക്ക് അറിയില്ലേ സ്നാനം ശരിയാണെന്ന്? അറിയില്ലേ? എന്നാലും ഈ പെന്തിക്കോസ് വർഗത്തിൻ്റെ കൂടെ പോകാൻ അവരെ കൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല. കാരണം നിങ്ങൾ നോക്ക്, എത്ര വലിയ വണ്ടി, ഇന്നത്തെ ഭാഷയ്ക്ക് ഞാൻ പറയാം, എത്ര കൂടിയ കാറ് കിടക്കുന്നു പള്ളിയുടെ മുറ്റത്ത്? ഇല്ല. അങ്ങ് കൂടിയ കുടുംബക്കാരെത്ര ഉണ്ട് അതിനകത്ത്? ഇല്ല. അതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാലേ യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? അല്ല, വലിയ പൊങ്ങച്ചം പറയുന്നത്. നിങ്ങൾ കുടുംബത്തിന്റെ പൊങ്ങച്ചം എല്ലാം പറയുന്നല്ലോ. നമ്മളെല്ലാം വാസ്തവത്തിൽ ഒരപ്പൻ്റെ അമ്മയുടെ മക്കളല്ലേ? അല്ലേ? പിന്നെ നിങ്ങൾ ഈ കുടുംബ പാരമ്പര്യം പറഞ്ഞ, എൻ്റെ ഭാഷയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ കുറച്ച് പുറകോട്ട് എണ്ണം. ഒരു കുന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ അങ്ങ് നിർത്തിയിട്ട് പറയും, ഇതാ എൻ്റെ കുടുംബം. കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയാൽ പാതാളമുണ്ട്, അവിടെ പോകുക നിങ്ങൾ? പോകത്തില്ല. ഇതല്ലേ നമ്മുടെ പൊങ്ങച്ചം? അല്ലേ? ദൈവപുത്രൻ്റെ കൂടെ പോണോ? കുടുംബത്തിന്റെ പൊങ്ങച്ചം താത്തു വെക്കണം, വലിപ്പം പറയുന്നത് നിർത്തിവെക്കണം. സകല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരാൻ കാരണമായവൻ അത് മുഴുവൻ വിട്ടുകളഞ്ഞ് ഈ ഒരു മണ്ഡലം എടുക്കാൻ തയ്യാറായെങ്കിൽ അതിന് വിളിച്ചു പറയാനുള്ളത് താഴ്ത്തി വെക്കൂ. കുടുംബത്തിന്റെ പൊങ്ങച്ചം പറയുന്നത് നിർത്തൂ എന്നിട്ട് വിളിച്ചു പറ, കർത്താവേ നിന്റെ കൂടെ ഞാൻ വരുന്നു, യേശുവേ നിന്റെ കൂടെ ഞാൻ വരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ഒരു ഉയർച്ചയും നിങ്ങൾക്ക് തടസ്സമെങ്കിൽ നിങ്ങൾക്ക് യേശുവിന്റെ കൂടെ പോകാൻ പറ്റില്ല. യേശുവിന്റെ കൂടെ പോണോ? ഈ പൊങ്ങച്ചൻ താത്തു വെക്കുന്നവനെ പറ്റുള്ളൂ. നിങ്ങളുടെ കുടുംബവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാതാളത്തിൽ പോകണമോ? അതോ കുടുംബത്തിന്റെ ഉയർച്ച വിട്ടുകളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശം ചുമന്നുകൊണ്ട് അവന്റെ പിന്നാലെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവര് കുടുംബത്തിന്റെ ഉയർച്ച പറഞ്ഞ് ഇന്ന് വരെ സ്നാനമെടുക്കാൻ മടിച്ചു നിന്ന ഒറ്റ ഒരാളുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഇരിപ്പ് ഇന്ന് തീരുമാനിക്കൂ, സ്നാനമേറ്റ് യേശുവിനൂടെ പോകാൻ പോകുന്നു. ഇത് താഴ്ചയല്ലെന്നേ. ഒരു ദിവസം ദൂതന്മാരുടെ മുൻപാകെ നിങ്ങളെ ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ലോകത്തിന് കണക്ക് കൂട്ടാൻ കഴിയാത്ത വലിയ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വലിപ്പം നോക്കരുത്, ഇവിടുത്തെ ആളുകൾ അംഗീകാരം നോക്കരുത്, മനുഷ്യന്റെ അംഗീകാരം നോക്കി ദൈവത്തിന്റെ അംഗീകാരം തള്ളിക്കളയരുത്. ഇന്ന് പകൽ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ പറ, ഞാനത് മുഴുവൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. സ്തോത്രം. അടുക്കള മീൻ വെട്ടിയിട്ട് വാലും ചെതമ്പലും എല്ലാം കൂടെ കളയാനല്ലേ വെക്കൂ? അല്ലേ? ഫ്രിഡ്ജ് കൊണ്ട് സൂക്ഷിച്ചു വെക്കുവോ? ആമേൻ. വലിയ പൊങ്ങച്ചം പറയുന്ന പോലെല്ലാം ഇതെല്ലാം വാരിയെടുത്ത് കളഞ്ഞും വെച്ച് അവന്റെ ക്രൂശും എടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകൂ. അവൻ തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു. ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ വാക്ക് നിർത്തട്ടെ. സ്തോത്രം.
യേശു ഭയങ്കര അധികാരമുള്ളവനായിരുന്നു. എന്തോ ഒരു ശക്തിയുള്ളവൻ. വരണ്ട കൈയുള്ളവനുണ്ട്, നിവർത്തു എന്ന് പറഞ്ഞ ഒറ്റ സെക്കൻഡ് കൈ തോന്നു. സ്തോത്രം. കാലില്ലാത്തവനോട് ഏതാക്കാൻ പറഞ്ഞാൽ കാലം ഉണ്ടായി വന്നു. അല്ല, എല്ലാം കൂടെ ചുരുണ്ട് മടങ്ങിയിരിക്കുന്നത് നേരെയായി. ഇതല്ലേ അവിടുത്തെ അധികാരം? അങ്ങനെയാണെങ്കിലേ കൈ നീണ്ട ഒരുത്തനോട് മടങ്ങി പോട്ടെന്ന് പറഞ്ഞാൽ മടങ്ങില്ലേ? ഇല്ലേ? അയ്യടാ, അത് അവിടത്തേക്ക് വലിയ കാര്യമാണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇച്ചിരി ഈ കുരുത്തം കെട്ട പിള്ളേര് ഒരു ദിവസം ഒരു പ്രവാചകൻ വരുന്ന, പുള്ളിക്കാരൻ കഷണ്ടിക്കാരനായിരുന്നു. ഓർമ്മയില്ലേ? പിള്ളേര് കുരുത്തക്കാരനെ വിളിച്ചു പറഞ്ഞാണ്, വലിയ അർത്ഥമൊന്നുമില്ല. മൊട്ടത്തലയാന്ന് വിളിച്ചു. സംഭവം എന്താ സംഭവിച്ചേ? കാട്ടിൽ നിന്ന് 2 കരടി ഇങ്ങോട്ട് കയറുന്നു. പിള്ളേരെല്ലാം കൂടെ കീറിയെടുത്താൻ കിട്ടു. ഒരു പ്രവാചകനെ കളിയാക്കിയതിന്. ദൈവപുത്രൻ വന്നപ്പോഴേ എത്ര കളിയാക്കി. ഇവന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞില്ലേ? തിരിച്ചാ വിളിച്ചു പറഞ്ഞോ, നിനക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എറിയാൻ കല്ലെടുത്ത് പോക്കറ്റ് ഇട്ടോണ്ട് സ്ഥിരം യോഗത്തിന് പോകുന്ന പുള്ളികളുണ്ടായിരുന്നു. കല്ലെടുത്ത് എറിയാൻ നിസ്സാരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞോ നിന്റെ കൈ മടങ്ങി പോകട്ടെന്ന്? പറഞ്ഞോ? സകല ആക്ഷേപവും അവനെ കുറിച്ച് പറഞ്ഞല്ലോ. നിന്റെ നാവ് അടഞ്ഞു പോകട്ടെ എന്ന് അവൻ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ക്രൂശിൽ ആക്ഷേപിച്ച് എത്ര പേര് നിൽക്കുന്നു അത്തറച്ചതിന് ശേഷം. എടാ കള്ള, ഇത്രയും കാലം എല്ലാവരും കളിപ്പിച്ചില്ലേടാ. ഞാൻ നാടൻ മലയാളത്തിലങ്ങ് പറയാ. അവിടെ പറഞ്ഞ ആ ഭാഷയല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞാടാ കള്ള, ഇത്രയും നേരം എല്ലാരെയും കളിപ്പിച്ച് നീ ദൈവം എന്ന് പറഞ്ഞ് നടന്നില്ലേടാ, ഇറങ്ങി വാടാ ചതിയ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് തിരിച്ചുത്തരം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. അവിടുന്ന് ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞോ. അവനെ ഈ നമ്മളെ നിങ്ങളുടെ പിള്ളേരെ വല്ലൊരു ഉപദ്രവിച്ചാൽ ഏത് തന്തയും തള്ളയും നോക്കി നിൽക്കോ? കഴിവുണ്ടേലും ശരി ഇല്ലേലും ശരി ചെറുത്ത് നിൽക്കില്ലേ? നമ്മുടെ ദൈവത്തിന് സകല കഴിവുണ്ടായിട്ടും ചെറുത്ത് നിന്നോ? ഇല്ലല്ലോ. നമ്മുടെ കർത്താവ് ഒറ്റ വാക്കിന് ചെറുത്തൊരു മറുപടി പറഞ്ഞോ? അവരോട് പറഞ്ഞോ, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കാണിച്ചോടാ, നിന്നെ എല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞോ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആദ്യം ചെല്ലുന്ന പീലാത്തോസിന്റെ വീട്ടിൽ. എടാ ന്യായാധിപൻ, നീ ഒരു ഗവർണർ, നീ കുറച്ച് ദിവസത്തിന് മുമ്പ് 2-3 ദിവസത്തിന് മുമ്പ് നീ എന്നെ ന്യായം വിധിച്ചില്ലടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ചെന്നോ അങ്ങോട്ട്? മഹാപുരോഹിതന്റെ വീട്ടിൽ ചെന്നോ? കള്ള പുരോഹിത. എടാ നീ ഇസ്രായേൽ ജനത്തെ നടത്തുന്നു, നീയാന്നോടാ പുരോഹിതൻ? ന്യായപ്രമാണത്തിന് വിരുദ്ധമായി നീ എന്നെ വിധിച്ചില്ലേടാ പറഞ്ഞോ? ഇല്ലല്ലോ. സത്യം പറ. പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെ ആത്മാവ് ക്രിസ്തീയ സമൂഹത്തിൽ എത്ര പടർന്നിരിക്കുന്നു. നിങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ നിന്നെ ഞാൻ എവിടെങ്കിലും വെച്ച് കാണിച്ചു തരാം എന്ന് പറയുന്നവരല്ലേ നല്ലൊരു ഭാഗം.